ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എഗ് സൂഫ്ലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: 2 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി. മുട്ട പൊട്ടിച്ച് വെള്ളയും മഞ്ഞയും വേറെ വേറെ പാത്രത്തിലേക്ക് ആക്കാം. ഇനി ഇത് വിസ്ക് വെച്ച് അല്ലെ ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പതഞ്ഞ് വരുന്നുണ്ട്. നല്ലവണ്ണം സ്റ്റിഫാകുന്ന വരെയാണ് ഇത് പതപ്പിച്ചെടുക്കേണ്ടത്. അല്പം ഉപ്പിടാം. വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പീക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് സ്റ്റിഫായി കഴിഞ്ഞു. ഇനി മുട്ടയുടെ മഞ്ഞ ഭാഗം എടുക്കാം. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി, അല്പം ഉപ്പൂടെ ഇടാം. ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇത് പതപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. ഈ മഞ്ഞ നമുക്ക് വെള്ളയിലേക്ക് ചേർക്കാം. വളരെ സാവധാനം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എഗ് സൂഫ്ലെ ഫ്രാൻസിൽ നിന്ന് ആരംഭിച്ച ഒരു ഡിഷാണ്. എഗ് സൂഫ്ലയുടെ തന്നെ പല ടൈപ്പ് ഉണ്ട്. ലെമൺ സൂഫ്ലെ, ചീസ് സൂഫ്ലെ, ഡെസേർട്ടായിട്ട് സ്വീറ്റ് സൂഫ്ലെ, അങ്ങനെ പല രീതിയിലും ഇതുണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സൂഫ്ലയാണ്. ഒരു പാൻ സ്റ്റവിലേക്ക് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട പാനിലേക്ക് ഒഴിക്കാം. ഇനി ഇത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് വെന്ത് കഴിഞ്ഞു. സൂഫ്ലെ മറിച്ചിടാറില്ല, മടക്കി വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. എന്നാലേ ഇത് സ്പഞ്ച് പോലെ കിട്ടത്തുള്ളൂ. ഇത് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും വേവിച്ചെടുക്കാം. എല്ലാ സൈഡും വെന്ത് കഴിഞ്ഞു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ചൂടോടെ കഴിക്കാനാണ് ഇത് നല്ലത്. അല്പം നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്പഞ്ചിനെസ് അങ്ങ് പോകും. വളരെയധികം ഫ്ലഫി ആയിട്ടുള്ള ഒരു എഗ് സൂഫ്ലയാണിത്. ഒന്ന് മുറിച്ച് നോക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.